സ്വച്ഛന്തം പനയോലമേൽ കുറുകിടും നാരായമാം ചഞ്ചുവാൾ സ്വച്ഛം രാമകഥാമൃതം ജനതതിക്കാർത്താൻ പകർന്നേകിയോ പ്രച്ഛന്നപ്രിയ കൈരളിക്കു സദൃശം രഞ്ജിച്ചു തുഞ്ചത്തെഴുത്തച്ഛന്തൻ കരവല്ലിമേലരുളിയോരാ പൈങ്കിളിക്കായി തൊഴാം. പഞ്ചവടി പ്രവേശം. എന്നരുൾ ചെയ്തു ചെന്നു പുക്കിതു പഞ്ചവടി തന്നിലമ്മാറു സീതാലക്ഷ്മണ സമേതനായി പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പർണപുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവുമുണ്ടാക്കിനാൻ. ഉത്തമ ഗംഗാ നദിക്കുത്തര തീരെ പുരുഷോത്തമൻ വസിച്ചിതു ജാനകീദേവിയോടും. കദളീപന സാമ്രാജ്യഖില ഫലവൃക്ഷാവൃത കാനനേ ജനസമ്പാധ വിവർജിതേ നീരുജസ്ഥലേ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമനയോധ്യയിൽ വാണതുപോലെ വാണാൻ. ഫലമൂലാദികളും ലക്ഷ്മണനനുദിനം ഫലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ. രാത്രിയിലുറങ്ങാതെ ചാപബാണവും ധരിച്ചാസ്ഥയാ രക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ. സീതയെ മധ്യേയാക്കി മൂവരും പ്രാതക്കാലെ ഗൗതമി തന്നിൽ കുളിച്ചർഘ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും. വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം. ലക്ഷ്മണോപദേശം. ലക്ഷ്മണനൊരു ദിനമേകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാൻവിതനായി ചൊന്നാൻ. മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ, ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം. ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം. ആരും നിന്തിരുവടിയൊഴിഞ്ഞിൽ ഇവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ. ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദമരുൾ ചെയ്തിതു വഴി പോലെ. കേട്ടാലുമെങ്കിലതിഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം. മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിടുവൻ അമ്പോടു പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമെടോ. ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ മായയാകുന്നതു നിർണയമതിനാലെ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നു രണ്ടു രൂപം മായക്കെന്നറിക സൗമിത്രേ നീ. എന്നതിൽ മുന്നേതല്ലോ
ലോകത്തെ കൽപ്പിക്കുന്നതെന്നറികതിസ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാന്തമാമവിദ്യാരൂപമതും സംഗാദി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേതാനന്ദപ്രാപ്തി ഹേതുഭൂതയെന്നറിഞ്ഞാലും മായാകൽപ്പിതം പരമാത്മനി വിശ്വമെടോ മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു. രജ്ജുഖണ്ഡത്തിങ്കലെ പന്നകബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കിലേതുമൊന്നില്ലയല്ലോ. മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കലില്ലാതൊന്നല്ലോ. വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട ജന്മസംസാര വൃക്ഷമൂലമായതു ദേഹം തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം ദേഹമായതു പഞ്ചഭൂത സഞ്ചയമയം ദേഹസംബന്ധം മായാവൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തമൂല പ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ. ക്ഷേത്രമായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം. എന്നിവറ്റിങ്കൽ നിന്നു വേറെന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ. ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ. ജീവാത്മാവെന്നും പരമാത്മാവെന്നതുമോർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല, രണ്ടുമൊന്നത്രേ നൂനം. ഭേദമുണ്ടെന്നു പറയുന്ന തജ്ഞന്മാരല്ലോ. മാനവും ദംഭം ഹിംസാവക്രത്വം കാമം ക്രോധം മനസ്സേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യാ മന്യുഭാവവും അകലെ കളഞ്ഞനുദിനം ഭക്തി കൈക്കൊണ്ടു ഗുരുസേവയും ചെയ്തു നിജചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ടു നിത്യവും സൽക്കർമ്മങ്ങൾക്കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദസ്വരൂപനായി മാനസവചനദേഹങ്ങളെ അടക്കി തൻ മനസ്സേ വിഷയസൗഖ്യങ്ങളെ ചിന്തിയാതെ ജനനജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിലനഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാവാകുമെങ്കലുറച്ച മനസ്സോടും സർവദാ രാമരാമേത്യമിത ജപത്തോടും പുത്രധാരാർത്ഥിഷു നിസ്നേഹത്വം ചെയ്തു ശക്തിയുമൊന്നിങ്കലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോടു സന്തുഷ്ടനായി വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കേണം. പ്രാകൃത ജന്മങ്ങളുമായി വസിക്കരുതൊട്ടുമേകാന്തേ പരമാത്മജ്ഞാന തൽപരനായി വേദാന്തവാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാരിലുറച്ചു ചമഞ്ഞിടും മാനസേ വികൽപ്പങ്ങളേതുമേയുണ്ടാകൊല്ല.
ആത്മാവാകുന്നതെന്തെന്നുണ്ടോ കേളതുമെങ്കിലാത്മാവല്ലല്ലോ ദേഹപ്രാണബുദ്ധ്യഹങ്കാരം. മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നുമേലെ മാനമില്ലാത പരമാത്മാവു താനേ വേറെ നിൽപ്പിതു ചിദാത്മാവു ശുദ്ധമവ്യക്തം ബുദ്ധം. തൽപദാത്മാ ഞാനിഹ ത്വൽപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴി പോലെ കണ്ടറിഞ്ഞിടാം. ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ. ജ്ഞാനമുണ്ടാകുന്നതു വിജ്ഞാനം കൊണ്ടു തന്നെ. ഞാനിതെന്നറിവിനു സാധനമാകയാലേ സർവത്ര പരിപൂർണനാത്മാവു ചിദാനന്ദൻ. സർവസത്വാന്തർഗതന പരിച്ഛേദ്യനല്ലോ. ഏകനദ്വയൻ പരനവ്യയൻ ജഗന്മയൻ യോഗേശന ജനഖിലാധാരൻ നിരാധാരൻ. നിത്യസത്യജ്ഞാനാദിലക്ഷണൻ ബ്രഹ്മാത്മകൻ. ബുദ്ധ്യുപാധികളിൽ വേറിട്ടവൻ മായാമയൻ. ജ്ഞാനം കൊണ്ടുപഗമ്യൻ യോഗിനാമേകാത്മനാം. ജ്ഞാനമാചാര്യശാസ്ത്രൗഖോപദേശൈക്യജ്ഞാനം. ആത്മനോരേവം ജീവപരയോർമൂലവിദ്യ. ആത്മനി കാര്യകാരണങ്ങളും കൂടിച്ചേർന്നു ലയിച്ചിടുമ്പോഴുള്ളോരവസ്ഥയല്ലോ മുക്തി. ലയത്തോടാശു വേറിട്ടിരിപ്പതാത്മാവൊന്നേ. ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോടു സഹിതമാനന്ദമായിട്ടുള്ള കൈവല്യസ്വരൂപമിതുള്ള വണ്ണമേ പറവാനും ഇതറിവാനുമുള്ളം നല്ലുണർവുള്ളോരില്ലാരും ജഗത്തിങ്കൽ. മദ്ഭക്തിയില്ലാത്തവർക്കെത്രയും ദുർലഭം കേൾ. മദ്ഭക്തി കൊണ്ടു തന്നെ കൈവല്യം വരും താനും. നേത്രമുണ്ടെന്നാകിലും കാൺമതിനുണ്ടു പണി. രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ. നേരുള്ള വഴിയറിഞ്ഞിടാവിധവണ്ണമേ ശ്രീരാമഭക്തിയുണ്ടെന്നാകിലേ കാണായി വരൂ. ഭക്തനു നന്നായി പ്രകാശിക്കുമാത്മാവു നൂനം. ഭക്തിക്കു കാരണവുമെന്തെന്നു കേട്ടാലും നീ. മദ്ഭക്തന്മാരോടുള്ള നിത്യസംഗമമതും മദ്ഭക്തന്മാരെ കനിവോടു സേവിക്കുന്നതും. ഏകാദശ്യാദി വ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയേ സാധിച്ചു കൊൾകയുമഥ. പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനം അഗ്നിവിപ്രാണാം കൊടുക്കയുമഥ. മൽക്കഥാപാഠശ്രവണങ്ങൾ ചെയ്യുകയും മുതാ മൽഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും. സന്തതമിത്തമെങ്കൽ വർത്തിക്കും ജനങ്ങൾക്കൊരന്തരം വരാതൊരു ഭക്തിയുമുണ്ടായി വരും. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിൽ. ഉത്തമോത്തമന്മാരായുള്ളവരവരല്ലോ. ഭക്തിയുക്തനു വിജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും. മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാലുക്തമായതു നിനക്കെന്നാലേ ധരിക്ക നീ. വക്തവ്യമല്ല നൂനമെത്രയും ഗുഹ്യം മമ. ഭക്തന്മാർക്കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ.
ഭക്തനെന്നാകിലവൻ ചോദിച്ചില്ലെന്നാകിലും വക്തവ്യമവനോടു വിശ്വാസം വരികയാൽ ഭക്തി വിശ്വാസ ശ്രദ്ധായുക്തനാം മർത്യനിതു നിത്യമായി പാഠം ചെയ്കില ജ്ഞാനമകന്നു പോം. ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കു നൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തിയെന്നറിഞ്ഞാലും. ശൂർപ്പണഖാഗമനം. ഇത്തരം സൗമിത്രിയോടരുളിച്ചെയ്തു പുനരിത്തിരി നേരമിരുന്നിടിനോരനന്തരം ഗൗതമീ തീരെ മഹാകാനനെ പഞ്ചവടി ഭൂതലേ മനോഹരേ സഞ്ചരിച്ചിടുന്നൊരു യാമിനീചരി ജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൽ കാമിനി വിമോഹിനി പങ്കജധ്വജ കുലിശാങ്കുശാങ്കിതങ്ങളായി ഭംഗി തേടിയിടും പാദപാദങ്ങളതു നേരം. പാദസൗന്ദര്യം കണ്ടു മോഹിതയാകയാലേ കൗതുകമുൾക്കൊണ്ടു രാമാശ്രമമകം പുക്കാൾ. ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം ഭാനുഗോത്രജം ഭവഭയനാശനം പരം. മാനവവീരം മനോമോഹനം മായാമയം മാനസഭവസമം മാധവം മധുഹരം. ജാനകിയോടും കൂടെ വാണിടുന്നതു കണ്ടു മീനകേതനബാണപീഡിതയായാളേറ്റം. സുന്ദരവേഷത്തോടു മന്ദഹാസവും പൊഴിഞ്ഞിന്ദിരാവരനോടു മന്ദമായുര ചെയ്താൾ. ആരടോ ഭവാൻ ചൊല്ലിടാരുടെ പുത്രനെന്നും നേരോടെന്തിവിടേക്കു വരുവാൻ മൂലമെന്നും. എന്തൊരു മൂലം ജഡാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചിതു താപസവേഷമെന്നും. എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നിന്നോടു, നീ എന്നോടു പിന്നെ ചോദിക്കുമല്ലോ. രാക്ഷസേശ്വരനായ രാവണ ഭഗിനി ഞാനാഖ്യയാ ശൂർപ്പണഖ കാമരൂപിണിയല്ലോ. ഖരദൂഷണ ത്രിശിരാക്കലാം ഭ്രാതാക്കന്മാർക്കരികെ ജനസ്ഥാനെ ഞാനിരിപ്പതു സദാ. നിന്നെ ഞാൻ ആരെന്നതും അറിഞ്ഞീലതും പുനരെന്നോടു പരമാർത്ഥം ചൊല്ലണം ദയാനിധേ. സുന്ദരി കേട്ടുകൊള്ളുക, ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമനെന്നല്ലോ നാമം. എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മജാ സീത, ധന്യേ മൽഭ്രാതാവായ ലക്ഷ്മണനിവനെടോ. എന്നാൽ എന്തൊരു കാര്യം നിനക്കു മനോഹരേ, നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ. എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി, എന്നോടു കൂടെ പോന്നു രമിച്ചു കൊള്ളേണം നീ. നിന്നെയും പിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ, എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ. ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു മാനവവീരനവളോടരുൾ ചെയ്തിടിനാൻ. ഞാനിഹ തപോധനവേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നിടുന്നു സദാകാലം. ജാനകിയാകും ഇവളെന്നുടെ പത്നിയല്ലോ, മനസ്സേ പാർത്താൽ വെടിഞ്ഞിടരുതൊന്നുകൊണ്ടും.
സാപജ്ഞോത്ഭവ ദുഃഖമെത്രയും കഷ്ടം കഷ്ടം, താപത്തെ സഹിപ്പതിനാളല്ല നീയുമെടോ. ലക്ഷ്മണൻ മമ ഭ്രാത സുന്ദരൻ മനോഹരൻ, ലക്ഷ്മീ ദേവിക്കു തന്നെയൊക്കും നീയെല്ലാം കൊണ്ടും. നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരേ, സംഘവും നിന്നിലേറ്റം വർദ്ധിക്കുമവനെടോ. മംഗലശീലനനുരൂപനെത്രയും നിനക്കങ്ങു നീ ചെന്നു പറഞ്ഞിടുക വൈകീടാതെ. എന്നതു കേട്ട നേരം സൗമിത്രി സമീപേ പോയി നിന്നവളപേക്ഷിച്ചാൾ ഭർത്താവാകെന്നു തന്നെ. ചൊന്നവളോടു ചിരിച്ചവനു മുര ചെയ്താൻ, എന്നോടെ പരമാർത്ഥം നിന്നോടു പറഞ്ഞിടാം. മന്നവനായ രാമൻ തന്നോടെ ദാസൻ ഞാനോ, ധന്യേ നീ ദാസിയാവാൻ തക്കവളല്ലയല്ലോ. ചെന്നു നീ ചൊല്ലിടഖിലേശ്വരനായ രാമൻ തന്നോടു തവ കുലശീലാചാരങ്ങളെല്ലാം. എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നതു കേട്ടു രാവണ സഹോദരി. പിന്നെയും രഘുകുലനായകനോടു ചൊന്നാളെന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലു. നിനക്കൊന്നു കൊണ്ടുമേയൊരു സങ്കടമുണ്ടായി വരാ. മന്നവ ഗിരിവന ഗ്രാമദേശങ്ങൾ തോറും എന്നോടുകൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്നു ഭുജിക്കായി വരുമനാരദം. ഇത്തരമവളുര ചെയ്തതു കേട്ട നേരം ഉത്തരമരുൾ ചെയ്തു രാഘവൻ തിരുവടി. ഒരുത്തനായാൽ അവനരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം, അതിനിവളുണ്ടെനിക്കിപ്പോൾ. ഒരുത്തി വേണം അവനതിനാരെന്നു തിരഞ്ഞിരിക്കും നേരമിപ്പോൾ നിന്നെയും കണ്ടുകിട്ടി. വരുത്തും ദൈവമൊന്നു കൊതിച്ചാലിനി നിന്നെ വരിച്ചുകൊള്ളും അവനില്ല സംശയമേതും. തെരിക്കെന്നിനിക്കാലം കളഞ്ഞിടാതെ ചെല്ലൂ, കരത്തെ ഗ്രഹിച്ചിടും കടുക്കൻ അവനെടോ. രാഘവവാക്യം കേട്ടു രാവണ സഹോദരി വ്യാകുലചേതസ്സോടും ലക്ഷ്മണാന്തികേ വേഗാൽ ചെന്നു നിന്നപേക്ഷിച്ച നേരത്തു കുമാരനുമെന്നോടിത്തരം പറഞ്ഞിടൊല്ല വെറുതെ നീ. നിന്നിലേതുമൊരു കാംക്ഷയെന്നറിക നീ, മന്നവനായ രാമൻ തന്നോടു പറഞ്ഞാലും. പിന്നെയുമതു കേട്ടു രാഘവ സമീപേ പോയി ചെന്നു നിന്നപേക്ഷിച്ചാൾ ആശയാ പലതരം. കാമവും ആശാഭംഗം കൊണ്ടു കോപവും അതിപ്രേമവും ആലസ്യവും പൂണ്ടു രാക്ഷസിയപ്പോൾ. മായാരൂപവും വേർപ്പെട്ടഞ്ജനശൈലം പോലെ കായാകാരവും ഘോരദംഷ്ട്രയും കൈക്കൊണ്ടപ്പോൾ. കമ്പമുൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോടു രാമൻ തടുത്തു നിർത്തുന്നേരം. ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്നു. വാളുറയൂരിക്കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ അലറിമുറയിട്ട നാദത്തെ കൊണ്ടു ലോകമൊക്കെ മാറ്റൊലി കൊണ്ടു. നീലപർവതത്തിന്റെ മുകളിൽ നിന്നു ചാടി 4-5 വഴി വരുമരുവിയാറുപോലെ ചോരയുമൊലിപ്പിച്ചു കാളരാത്രിയെ പോലെ ഘോരയാം നിശാചരി വേഗത്തിൽ നടകൊണ്ടാൾ.
രാവണൻ തന്റെ വരവുണ്ടിനിയിപ്പോളെന്നു ദേവദേവനുമരുൾ ചെയ്തിരുന്നരുളിനാൻ. ഖരവധം. രാക്ഷസപ്രവരനായിടിന ഖരൻ മുൻപിൽ പക്ഷമറ്റവനിയിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്തു മുമ്പിൽ പതനം ചെയ്ത നിജ സോദരി തന്നെ നോക്കി ചൊല്ലിനാനാശുഖരൻ. മൃത്യുതൻ വക്രത്തിങ്കൽ സത്വരം പ്രവേശിച്ചതത്ര ചൊല്ലാരെന്നെന്നോടെത്രയും വിരയേ നീ. വീർത്തു വീർത്തേറ്റം വിറച്ചലറി സഗദ്ഗതമാർത്തി പൂണ്ടോർത്തു ഭീത്യ ചൊല്ലിനാളവളപ്പോൾ. മർത്യന്മാർ ദശരഥപുത്രന്മാരിരുവരുണ്ടുത്തമ ഗുണവാന്മാരെത്രയും പ്രസിദ്ധന്മാർ. രാമലക്ഷ്മണന്മാരെന്നവർക്കു നാമമൊരു കാമിനിയുണ്ടുകൂടെ സീതയെന്നവൾക്കു പേർ. അഗ്രജൻ നിയോഗത്താലുഗ്രനാമവരജൻ ഖഡ്ഗേന ഛേദിച്ചിതു മൽക്കുജാതികളെല്ലാം. ശൂരനായിടും നീ ഇന്നവരെ കൊല ചെയ്തു ചോര നൽകുകദാഹം തീരുമാറെനിക്കിപ്പോൾ. പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ്കിലിച്ഛ വന്നിടും മമ നിശ്ചയമറിഞ്ഞാലും. എന്നിവ കേട്ടു ഖരൻ കോപത്തോടുര ചെയ്താൻ. ദുർനയമേറെയുള്ള മാനുഷാധമന്മാരെ കൊന്നുമൽ ഭഗിനിക്കു ഭക്ഷിപ്പാൻ കൊടുക്കണമെന്നതിനാശു 14 പേർ പോക നിങ്ങൾ. നീ കൂടെ ചെന്നു കാട്ടിക്കൊടുത്തീടെന്നാലിവരാകൂതം വരുത്തിയിടും നിനക്കു മടിയാതെ എന്നവളോടു പറഞ്ഞയച്ചാൻ. ഖരനേറ്റമുന്നതന്മാരാം 14 രാക്ഷസരെയും ശൂലമുദ്ഗരമുസലാസിചാപേഷു ഭിണ്ഡിപാലാദി പലവിധമായുധങ്ങളുമായി ക്രുദ്ധന്മാരാർത്തു വിളിച്ചുദ്ധതന്മാരായി ചെന്നു യുദ്ധസന്നദ്ധന്മാരായടുത്താരതു നേരം. ബദ്ധവൈരേണ 14 വരുമൊരുമിച്ചു ശസ്ത്രൗഘം പ്രയോഗിച്ചാർ ചുറ്റും നിന്നൊരിക്കലേ. മിത്രഗോത്രോദ്ഭൂതനാമുത്തമോത്തമൻ രാമൻ ശത്രുക്കളയച്ചോരു ശസ്ത്രൗഘം വരുന്നേരം. പ്രത്യേകമോരോ ശരം കൊണ്ടവ ഖണ്ഡിച്ചുടൻ പ്രത്യർത്ഥി ജനത്തെയും വധിച്ചാനോരോന്നിനാൽ. ശൂർപ്പണഖയുമതു കണ്ടു പേടിച്ചു മണ്ടി ബാഷ്പവും തൂകി ഖരൻ മുൻപിൽ വീണലറിനാൾ. എങ്ങു പൊയ്ക്കളഞ്ഞിതു നിന്നോടുകൂടെ പറഞ്ഞിങ്ങു നിന്നയച്ചവർ 14 വരും ചൊൽനീ. അങ്ങു ചെന്നേറ്റ നേരം രാമസായകങ്ങൾ കൊണ്ടിങ്ങിനി വരാത വണ്ണം പോയാർ തെക്കോട്ടവർ എന്നു ശൂർപ്പണഖയും ചൊല്ലിനാളതു കേട്ടു. വന്ന കോപത്താൽ ഖരൻ ചൊല്ലിനാനതു നേരം. പോരിക നിശാചരർ 14,000 പോരിനു ദൂഷണനുമനുജൻ ത്രിശിരസ്സും. ഘോരനാം ഖരനേവം ചൊന്നതു കേട്ട നേരം ശൂരനാം ത്രിശിരസ്സും പടയും പുറപ്പെട്ടു. വീരനാം ദൂഷണനും ഖരനും നടകൊണ്ടു ധീരതയോടു യുദ്ധം ചെയ്വതിനുഴറ്റോടെ. രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോടു ചൊന്നാൻ. ബ്രഹ്മാണ്ഡം നടുങ്ങുമാറെന്തൊരു ഘോഷമിതു, നമ്മോടു യുദ്ധത്തിനു വരുന്നു രക്ഷോബലം.
ഘോരമായിരിപ്പോരു യുദ്ധവുമുണ്ടാം ഇപ്പോൾ. ധീരതയോടുമത്ര നീയൊരു കാര്യം വേണം. മൈഥിലി തന്നെയൊരു ഗുഹയിലാക്കിക്കൊണ്ടു ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ. ഞാനൊരുത്തനെ പോരും ഇവരെയൊക്കെ കൊൽവാൻ. മനസ്സേ നിനക്കു സന്ദേഹമുണ്ടായിടൊല. മറ്റൊന്നും ചൊല്ലുന്നില്ലെന്നെ ആണയുമിട്ടു കറ്റവാർ കുഴലിയെ രക്ഷിച്ചു കൊള്ളേണം നീ. ലക്ഷ്മീ ദേവിയെയും കൊണ്ടങ്ങനെ തന്നെയെന്നു ലക്ഷ്മണൻ തൊഴുതുപോയി ഗഹ്വരമകം പുക്കാൻ. ചാപബാണങ്ങളെയുമെടുത്തു പരികരമാഭോഗാനന്ദമുറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്ന നേരമാർത്തു വിളിച്ചു നത്തഞ്ചരരൊക്കെ വന്നൊരുമിച്ചു ശസ്ത്രൗഘം പ്രയോഗിച്ചാർ. വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടുമേറ്റം പ്രക്ഷേപിച്ചിതു വേഗാൽ പുഷ്കരനേത്രന്മേൽ. തൽക്ഷണമവയെല്ലാം എയ്തു ഖണ്ഡിച്ചു രാമൻ. രക്ഷോവീരന്മാരെയും സായകാവലി തൂകി നിഗ്രഹിച്ചിതു. നിശിതാഗ്രബാണങ്ങൾ തന്നാലഗ്രേ വന്നടുത്തോരു രാക്ഷസപ്പടയെല്ലാം. ഉഗ്രനാം സേനാപതി ദൂഷണനതു നേരമുഗ്രസന്നിഭനായ രാമനോടടുത്തിതു തൂകിനാൻ ബാണഗണം അവറ്റ് രഘുവരൻ. വേഗേന ശരങ്ങളാലെൺമണിപ്രായമാക്കി 4 ബാണങ്ങളെയ്തു തുരങ്കം 4-നെയും കാലവേശ്മനി ചേർത്തു സാരഥിയോടും കൂടെ. ചാപവും മുറിച്ചു തൽക്കേതുവും കളഞ്ഞപ്പോൾ കോപേന തേരിൽ നിന്നു ഭൂമിയിൽ ചാടി വീണാൻ. പിൽപ്പാടു ശതഭാരായ സനിർമ്മിതമായ കെൽപ്പേറും പരിഖവും ധരിച്ചു വന്നാനവൻ. തൽബാഹു തന്നെ ഛേദിച്ചിടിനാൻ ദാശരഥി. തൽപരിഖത്താൽ പ്രഹരിച്ചിതു സീതാപതി. മസ്തകം പിളർന്നവനുർവിയിൽ വീണു സമാവർത്തി പത്തനം പ്രവേശിച്ചിതു ദൂഷണനും. ദൂഷണൻ വീണ നേരം വീരനാം ത്രിശിരസ്സും രോഷേണ 3 ശരം കൊണ്ടു രാമനെ എയ്താൻ. 3 ഖണ്ഡിച്ചു രാമൻ 3 ബാണങ്ങളെയ്താൻ. 3 മുറിച്ചിടിനാൻ ത്രിശിരസ്സും. 100 ബാണങ്ങളെയ്താൻ അന്നേരം ദാശരഥി. 100 ഖണ്ഡിച്ചു പുനരായിരം ബാണമെയ്താൻ. അവയും മുറിച്ചവൻ അയുധം ബാണമെയ്താൻ. അവനീപതി വീരനവയും നുറുക്കിനാൻ. അർദ്ധചന്ദ്രാകാരമായിരിപ്പോരമ്പു തന്നാൽ ഉത്തമാംഗങ്ങൾ 3 മുറിച്ചു പന്താടിനാൻ. അന്നേരം ഖരനാദിത്യാഭ തേടിയിടും രഥം തന്നിലാമാറു കരയേറി ഞാനൊലിയിട്ടു. വന്നു രാഘവനോടു ബാണങ്ങൾ തൂകിയിടിനാൻ. ഒന്നിനൊന്നെയ്തു മുറിച്ചിടിനാൻ അവയെല്ലാം. രാമബാണങ്ങൾ കൊണ്ടും ഖരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണരുതാതെയായി. നിഷ്ഠുരതരമായ രാഘവ ശരാസനം പൊട്ടിച്ചാൻ മുഷ്ടിദേശേ ബാണമെയ്താശുഖരൻ. ചട്ടയും നുറുക്കിനാൻ ദേഹവും ശരങ്ങൾ കൊണ്ടൊട്ടൊഴിയാതെ പിളർന്നിടിനാനതു നേരം. താപസദേവാദികളായുള്ള സാധുക്കളും താപമോടയ്യോ കഷ്ടം കഷ്ടമെന്നുര ചെയ്താർ. ജയിപ്പൂതകരാമൻ
ജയിപ്പൂതാകയെന്നു ഭയത്തോടമരരും താപസന്മാരും ചൊന്നാർ. തത്കാലേ കുംഭോദ്ഭവൻ തന്നുടെ കയ്യിൽ മുന്നം ശക്രനാൽ നിക്ഷിപ്തമായിരുന്ന ശരാസനം തൃക്കൈയിൽ കാണായി വന്നിതെത്രയും ചിത്രം ചിത്രം. മുഖ്യ വൈഷ്ണവചാപം കൈക്കൊണ്ടു നിൽക്കുന്നേരം ദിക്കുകളൊക്കെ നിറഞ്ഞോരു വൈഷ്ണവ തേജസ്സുൾക്കൊണ്ടു കാണായി വന്നോ രാമചന്ദ്രനെയപ്പോൾ. ഖണ്ഡിച്ചാൻ ഖരനുടെ ചാപവും കവചവും കുണ്ടലഹാര കിരീടങ്ങളും അരക്ഷണാൽ. സൂതനെ കൊന്നു തുരകങ്ങളും തേരും പൊടിച്ചാതിനായകനടുത്തീടിന നേരത്തിങ്ക മറ്റൊരു തേരിൽ കരയേറിനാനാശുഖരൻ തെറ്റെന്നു പൊടിച്ചിതു രാഘവനതുമപ്പോൾ. പിന്നെയും ഗദയുമായടുത്താനാശുഖരൻ ഭിന്നമാക്കിനാൻ വിശിഖങ്ങളാൽ അതും രാമൻ. ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിലേറി വന്നസ്ത്രപ്രയോഗം തുടങ്ങിനാൻ ഖരൻ. ഘോരമായാഗ്നേയാസ്ത്രമെയ്തതു രഘുവരൻ വാരുണാസ്ത്രേണ തടുത്തിടിനാൻ ജിതശ്രമം. പിന്നെ കൗബേരമസ്ത്രമേതൈന്ദ്രാസ്ത്രം കൊണ്ടു മന്നവൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ. നൈര്യതമസ്ത്രം പ്രയോഗിച്ചിതു യാമ്യാസ്ത്രേണ വീരനാം രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ. വായവ്യമയച്ചതുമൈന്ദ്രാസ്ത്രം കൊണ്ടു ജഗന്നായകൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ. ഗാന്ധർവമയച്ചതു ഗൗഹ്യകമസ്ത്രം കൊണ്ടു ശാന്തമായതു കണ്ടു ഖരനും കോപത്തോടെ. ആസുരമസ്ത്രം പ്രയോഗിച്ചതു കണ്ടു രാമൻ ഭാസുരമായ ദൈവാസ്ത്രം കൊണ്ടു തടുക്കയാൽ. തീക്ഷ്ണമാമൈഷീകാസ്ത്രമേതതു രഘുപതി വൈഷ്ണവാസ്ത്രേണ കളഞ്ഞാശു മൂന്നമ്പു തന്നാൽ. സാരഥി തന്നെ കൊന്നു തുരകങ്ങളെ കൊന്നു തേരുമെപ്പേരും പൊടിപെടുത്തു കളഞ്ഞപ്പോൾ. യാതുധാനാധിപതി ശൂലവും കൈക്കൊണ്ടതിക്രോധേന രഘുവരനോടടുത്തിടുന്നേരം ഇന്ദ്രദൈവതമസ്ത്രമയച്ചോരളവു ചെന്നിന്ദ്രാരി തലയറുത്തിടിനാൻ ജഗന്നാഥൻ. വീണിതുലങ്കാ നഗരോത്തരദ്വാരേ തല തൂണിപുക്കിതു വന്നു ബാണവുമതു നേരം. കണ്ടു രാക്ഷസരെല്ലാം ആരുടെ തലയെന്നു കുണ്ഠഭാവേന നിന്നു സംശയം തുടങ്ങിനാർ. ഖരദൂഷണ തൃശിരാക്കളാം നിശാചരവരരും 14,000 മരിച്ചിതു. നാഴിക 3:45 കൊണ്ടു രാഘവൻ തന്നാലൂഴിയിൽ വീണാളല്ലോ രാവണ ഭഗിനിയും. മരിച്ച നിശാചരർ 14,000 ധരിച്ചാരല്ലോ ദിവ്യ വിഗ്രഹമതു നേരം. ജ്ഞാനവും ലഭിച്ചിതു രാഘവൻ പക്കൽ നിന്നു മനസേ പുനരവരെ വരുമതു നേരം. രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചാമോദം പൂണ്ടു കൂപ്പി സ്തുതിച്ചാർ പലതരം. നമസ്തേ പാദാംബുജം രാമലോകാഭിരാമ സമസ്ത പാപഹരം സേവകാഭീഷ്ടപ്രദം. സമസ്തേശ്വര ദയാവാരിധേ രഘുപതേ രമിച്ചീടണം ചിത്തം ഭവതി രമാപതേ.
ത്വത്പാദാംബുജം നിത്യം ധ്യാനിച്ചു മുനിജനമുദ്ഭവ മരണ ദുഃഖങ്ങളെ കളയുന്നു. മുൽപ്പാടു മഹേശനെ തപസ്സു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുൻപിൽ പ്രത്യക്ഷനായ നേരം. ഭേദവിഭ്രമം തീർത്തു സംസാരവൃക്ഷമൂലച്ഛേദന കുഠാരമായി ഭവിക്ക ഭവാനിധി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടതുമൂലമോർത്തരുൾ ചെയ്തു പരമേശ്വരനതു നേരം. യാമിനീചരന്മാരായി ജനിക്ക നിങ്ങളിനി രാമനായി അവതരിച്ചിടുവൻ ഞാനും ഭൂമൗ. രാക്ഷസദേഹന്മാരാം നിങ്ങളെ ഛേദിച്ചെന്നു മോക്ഷവും തന്നിടുവനില്ല സംശയമേതും എന്നരുൾ ചെയ്തു പരമേശ്വരനതു മൂലം. നിർണയം മഹാദേവനായതും രഘുപതി ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നിടണമാനന്ദസ്വരൂപനാം നിന്തിരുവടിനാഥ എന്നവരപേക്ഷിച്ച നേരത്തു രഘുവരൻ മന്ദഹാസവും പൂണ്ടു സാനന്ദമരുൾ ചെയ്തു. വിഗ്രഹേന്ദ്രിയ മനപ്രാണാഹങ്കാരാദികൾക്കൊക്കവേ സാക്ഷിഭൂതനായതു പരമാത്മാ. ജാഗ്രസ്വപ്നാഖ്യാദ്യവസ്ഥാഭേദങ്ങൾക്കും മീതെ സാക്ഷിയാം പരബ്രഹ്മം സച്ചിദാനന്ദമേകം. ബാല്യകൗമാരാദികളാഗമാപായികളാം കാല്യാദിഭേദങ്ങൾക്കും സാക്ഷിയായി മീതെ നിൽക്കും പരമാത്മാവു പരബ്രഹ്മമാനന്ദാത്മകം. പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും. ഈ വണ്ണമുപദേശം ചെയ്തു മോക്ഷവും നൽകി ദേവദേവേശൻ ജഗൽക്കാരണൻ ദാശരഥി. രാഘവൻ 3.25 നാഴിക കൊണ്ടു കൊന്നാൻ വേഗേന 14 സഹസ്രം രക്ഷോബലം. സൗമിത്രി സീതാദേവി തന്നോടുകൂടെ വന്നു രാമചന്ദ്രനെ വീണു നമസ്കാരവും ചെയ്താൻ. ശസ്ത്രൗഘനികൃത്തമാം ഭർതൃവിഗ്രഹം കണ്ടു മുക്തബാഷ്പോദം വിദേഹാത്മജമന്ദം മന്ദം. തൃക്കൈകൾ കൊണ്ടു തലോടി പൊറുപ്പിച്ചിടിനാളൊക്കവേ പുണ്ണുമതിൻ വടുവും മാച്ചിടിനാൾ. രക്ഷോവീരന്മാർ വീണു കിടക്കുന്നതു കണ്ടു ലക്ഷ്മണൻ നിജഹൃദി വിസ്മയം തേടിയിടിനാൻ. രാവണൻ തന്റെ വരവുണ്ടിനിയിപ്പോളെന്നു ദേവദേവനുമരുൾ ചെയ്തിരുന്നരുളിനാൻ. പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൻ. ചെന്നു നീ മുനിവരന്മാരോടു ചൊല്ലിയിടണം. യുദ്ധം ചെയ്തതും ഖരദൂഷണ തൃശിരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും 14,000 താപസന്മാരോടറിയിച്ചു നീ വരികെന്നു പാപനാശനരുൾ ചെയ്തയച്ചോരു ശേഷം. സുമിത്രാപുത്രൻ തപോധനന്മാരോടു ചൊന്നാൻ അമിത്രാന്തകൻ ഖരൻ മരിച്ച വൃത്താന്തങ്ങൾ. ക്രമത്താലിനിക്കാലം വൈകാതെയൊടുങ്ങിടുമർത്യവൈരികളെന്നുറച്ചു മുനിജനം. പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചിടിനാർ
പലലാശികൾ മായ തട്ടായ്വാൻ 3 പേർക്കും അങ്കുലീയവും ചൂടാരത്നവും കവചവും അങ്കേ ചേർത്തിടുവാനായി കൊടുത്തു വിട്ടിടിനാൾ. ലക്ഷ്മണനവ 3 കൊണ്ടുവന്നാശു രാമൻ തൃക്കാൽക്കൽ വെച്ചു തൊഴുതിടിനാൻ ഭക്തിയോടെ. അങ്കുലീയകമെടുത്തംബുജവിലോചനൻ അങ്കുലത്തിന്മേലിട്ടു ചൂടാരത്നവും പിന്നെ മൈഥിലി തനിക്കു നൽകിയിടിനാൻ. കവചവും ഭ്രാതാവു തനിക്കണിഞ്ഞിടുവാനരുളിനാൻ.